ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നത്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവരെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ്. നാത്തൂൻ പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഇവിടെ നിന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളോടൊപ്പം മാഷാബിയൻ്റെ കാർട്ടൂൺ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം കേട്ടോ എൻ്റെ സൗണ്ടിന് വന്ന മാറ്റം. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചേഞ്ച് ചെയ്തതല്ല, എനിക്ക് കോൾഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ അന്ന് കരുതിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്സ് കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്ന് വ്ളോഗ് എടുക്കാമല്ലോ, ഈ കിട്ടിയ ക്ലിപ്സിനനുസരിച്ച് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ഉണ്ടായ എല്ലാ നല്ല സംഭവങ്ങളൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ റംബൂട്ടാൻ്റെ മരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ റംബൂട്ടാൻ പൂത്തിട്ടില്ല, പച്ചയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി നിന്ന് നുണയാൻ തന്നെ പറ്റുള്ളൂ. മാത്രമല്ല ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായിക്കണേ. ഞാൻ കുറേ കാലമായി ഒരു ഫ്രാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് കഴിച്ചിട്ടുള്ള കാര്യം കരുതി ഞാനൊന്നങ്ങനെ എടുത്തു. ഫ്രാഷൻ ഫ്രൂട്ട് ഇവിടെ കുറേ ഉണ്ടെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് പൗത്തതൊക്കെ കിട്ടിയത്. കാരണം അത് കിട്ടാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഇതിൽ പിന്നെ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിന് കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞു പോന്നു. ഒരുപാട് കാലത്തിന് ശേഷമായിട്ടപ്പോൾ ഞാൻ ബസ്സിലൊക്കെ പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നൊസ്റ്റാൾജിയൊക്കെ വന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓണം ദിവസമാണ് കേട്ടോ. പക്ഷേ ഓണത്തിന് ഇപ്രാവശ്യം എനിക്ക് ഓണസദ്യ കിട്ടിയിട്ടില്ല. അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് വാവാക്ക് നമുക്ക് പുറത്ത് എവിടേക്കെങ്കിലും പോകാറുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. അങ്ങനെ പ്ലാനിങ് ഇല്ലാത്തൊരു പോക്കായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കൽ യാനുവിനെ വെച്ചപ്പോൾ ഞങ്ങളൊരു കഫേക്കും കയറി. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാതെക്കാനും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചത് കോഴിക്കോടായിരുന്നു. ഞങ്ങൾ ഡെക്കോ തലോൻ്റെ ഔട്ട്ലൈനിലൊന്ന് കയറി. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ A to Z സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ സൈക്കിൾ ട്രെയിൽ നോക്കാൻ പറ്റിയ വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് നേരം സൈക്കിളൊക്കെ ഓട്ടി നിന്നു. പിന്നെ ഇവിടെ സ്കേറ്റിങ്ങിൻ്റെ ഹെൽമെറ്റും ഷൂസും ഒക്കെ കിട്ടും. ഇവിടെ പിന്നെ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും പറ്റിയ സൈക്കിൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു ഫിറ്റ്നസ് ഏരിയയിലായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ ജിമ്മിലും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്സസറീസും ഈ സെക്ഷനിലുണ്ട്. ആക്ച്വലി ഇതൊരു സിംഗിൾ സ്റ്റോർ റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത രീതിയിലാട്ടോ ഈ ഔട്ട്ലൈന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. യോഗ, ഫിറ്റ്നസ്സിന്, സ്പോർട്സ്, സൈക്കിള്, അങ്ങനെ മാത്രമല്ല അങ്ങനെ ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, ക്രിക്കറ്റ് ബോള്, അങ്ങനെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളിവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നതൊന്നുമല്ല, വെറുതെ ഒന്ന് കാണാമെന്നുള്ള രീതിയിൽ വന്നത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ എക്സസൈസ്, യോഗ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു വ്യക്തി കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തു നോക്കുക, അങ്ങനെയൊക്കെ ഒരു മെയിൻ ആവലായിരുന്നു. പിന്നെ മിറർ കണ്ട എനിക്കൊരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കലൊരു നിർബന്ധമാണല്ലോ. ഞാനും പിന്നെ സൈക്കിൾ കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ. വീട്ടിൽ സൈക്കിൾ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ഓനെ അങ്ങനെ വാങ്ങിക്കൊടുക്കാഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോരാനായിട്ടുണ്ട്. ഈ സ്റ്റോർ റൂമിൽ വിസിറ്റ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് അങ്ങനെ പുറത്തേക്ക് വന്നു. ഇവിടെ പുറത്ത് നല്ല അടിപൊളിയാക്കി പോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാനും അതുപോലെ ബാസ്കറ്റ് ബോൾ കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം. മാത്രമല്ല നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് സുഖമായിട്ട് അങ്ങനെ ഇരിക്കാനും പറ്റും. അങ്ങനെ ഇവിടുത്തതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഹൈലൈറ്റ് മാൾക്കാട്ടോ. ഓണായതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല തിരക്കുണ്ട് പ്രതീക്ഷിച്ചിട്ട് ഇവിടെ. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കാലിക്കറ്റിലെ മാളുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഹൈലൈറ്റ് മാൾ തന്നെ കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം ഓണസദ്യ കിട്ടിയില്ലെങ്കിലും നല്ല ഓണപ്പൂക്കളും അതുപോലെ നല്ല മാവേലിനെ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയിട്ടോ. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഹൈലൈറ്റ് മാൾക്കൊക്കെ വന്നത് ഒരു 3-4 പ്രാവശ്യമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ കുറേ നേരം അങ്ങനെ ചുറ്റിക്കറങ്ങി. പിന്നെ നമ്മൾ സുഡിയോ കാണുന്നത്. അങ്ങനെ അവിടേക്ക് നേരെ വിട്ടു. എനിക്ക് പിന്നെ എന്തോ സുഡിയോൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപോലെ ഉള്ളതാണെങ്കിലും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കും കുറേ ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതായിരുന്നു. ഞാൻ വെറുതെ അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തു. പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നെടുത്തിട്ടോ. എനിക്കധികം ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുക്കൽ. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചിട്ടങ്ങനെ നോക്കി. അങ്ങനെ ബില്ലും അടച്ചു പോന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ യാനുവിന് ചെരുപ്പ് എടുക്കാണ്ടായിരുന്നു കേട്ടോ. ഓന് ഷൂ എടുക്കാനാണ് കരുതിയത്. പിന്നെ ഒരു നല്ലൊരു ചെരുപ്പ് കണ്ടപ്പോൾ അങ്ങനെ അതും എടുത്തു. അങ്ങനെ ഇവിടുത്തതും കഴിഞ്ഞ് തിരിച്ചു പോന്നു കേട്ടോ. ഇവിടെ ഓണത്തിൻ്റെതായിട്ട് ഭയങ്കര നല്ല അടിപൊളിയായി പൂക്കളൊക്കെ
അങ്ങനെ കണ്ടില്ലേ, ഈ കൊട്ടയിലൊക്കെ ആക്കി അലങ്കരിച്ചിട്ടുണ്ട്. ഓ സത്യം പറഞ്ഞാൽ ശരിക്കും കാണാൻ അതിലേറെ രസമുണ്ട് കേട്ടോ ഈ വീഡിയോസിൽ കാണുന്നില്ലാറെ. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്നും പോന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. നല്ല മന്തിയാട്ടപ്പോൾ ഓർഡർ ചെയ്തത്. ഒരു സദ്യ കഴിക്കാനുള്ള പൂതി ഉണ്ടെങ്കിലും ഒരു രാത്രിയൊക്കെ എവിടെ പോയി വന്നാലും ഞങ്ങൾ നേരെ മന്തി തന്നെ ഞാൻ കഴിക്കുള്ളൂ. എന്തോ അപ്പം ഞാനൊരു മന്തി ലവറാവും. അങ്ങനെ ഞങ്ങൾ വയറൊക്കെ ഫുള്ളാക്കി നേരെ ബീച്ച് വൈബായിക്കോട്ടെ ഇതിങ്ങനെ ബീച്ച് കൂട്ടുട്ടോ. സമയം 12 മണിയൊക്കെ ആയിക്കൂട്ടോ. എന്നാലും ഈ സമയം ബീച്ചിലിരിക്കാനൊരു പ്രത്യേക വൈബാണല്ലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മാങ്ങ അങ്ങനെ സുർക്കിയിലിട്ട് 1-2 കഴിച്ചു. പിന്നെ ഞാൻ കണ്ടില്ല, ഓന് മണ്ണ് കളിയായിരുന്നു കേട്ടോ ഫുള്ളും. ഓനിവിടുന്ന് കിട്ടണില്ല, ഓന് ഫുള്ള് ഓട്ടവും. അങ്ങനെ ഓൻ്റെ പുറകെ പോകായിരുന്നു ഞങ്ങളെ പണി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയാം. ഏതായാലും ഓൻ്റെ കളികൾ കാണാനും അത് വേറെ രസം. എനിക്കിപ്പോഴും പോകാനൊരു ഇൻട്രസ്റ്റ് പറഞ്ഞ ഒരു ബീച്ചിൽ ഔട്ടും. ഞാൻ എനിക്കറിയില്ല എന്തോ. എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരുപാട് ടൈം ഇരുന്നിട്ടോ. ഞാനും ഭയങ്കര ഹാപ്പി. അപ്പം ഞങ്ങളും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓനെ വെള്ളത്തിലിറക്കാനൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഓൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഓനെ ഹാപ്പി ആക്കാൻ വേണ്ടി നിന്നു. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം.